ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പരമ്പരാഗത രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങാച്ചോറിൻ്റെ രുചിയിലും മണത്തിലും ഒരു മാറ്റവും കൂടാതെ ഞൊടിയിട കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കിടുക്കാച്ചി റെസിപ്പിയാണ് ഇന്നത്തേത്. ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് ഞാനിത് തയ്യാറാക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ ആദ്യം തന്നെ ചെറുതീയിൽ കുക്കർ ഒന്ന് വയ്ക്കാം. ശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചെറുതായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന കുഞ്ഞുള്ളിയാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുള്ളിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ 15 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നാട്ടിലെ കുഞ്ഞുള്ളി തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 20 എണ്ണം കണക്കാക്കി എടുക്കാം. ഇതിന് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതീയിൽ തന്നെ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങാച്ചോറ് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുഞ്ഞുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ രുചി ഒന്നും കൂടി കൂടുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സ്പൈസസ് കൂടി എടുക്കാം. ചെറിയ 4 കഷ്ണം കറുവാപ്പട്ട, 1 സ്പൂണ് പെരിഞ്ചീരകം, 3 ഏലക്ക, പിന്നെ വേണ്ടത് 3 ഗ്രാമ്പൂ, ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം, 1/2 സ്പൂണ് പച്ചമല്ലി, ഇത് മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ഉലുവ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചേർക്കാം, അതല്ലെങ്കിൽ ഇത് പൊടിച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനിത് മുഴുവനായി ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സ്പൈസസിൻ്റെ എല്ലാം ഒരു മൂത്ത മണം വരുന്നത് വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒരു മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് മട്ടയരിയാണ്. 210 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു മട്ടയരി ഉപയോഗിച്ച് തന്നെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള തേങ്ങാച്ചോറും തയ്യാറാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ ഒരു ചോറിനെ പള്ളിച്ചോറ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനി റൈസ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ റൈസ് വെന്ത് വരാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞങ്ങളുടെ അങ്ങോട്ട് തളിപ്പറമ്പ് സ്റ്റൈലിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിൽ തന്നെ ടിന്നിൽ വരുന്ന കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത്. ഇതുപോലത്തെ 500 ml ഒരു ടിന്ന് കോക്കനട്ട് മിൽക്കാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാലാട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ റൈസിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് ഈ തേങ്ങാപ്പാലിനെ തയ്യാറാക്കി എടുക്കേണ്ടത് നമ്മൾ എടുക്കുന്ന റൈസിനനുസരിച്ചാണ്. 1 കപ്പ് മട്ടയരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ എന്ന അളവാണ് വേണ്ടത്. കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുന്നതായതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളമായാലും തേങ്ങാപ്പാലായാലും കറക്റ്റ് അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ. വെള്ളം ഒരല്പം കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. ഇനി ഈ തേങ്ങാച്ചോറിന് നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചിലയിടങ്ങളിൽ തേങ്ങാച്ചോറ് തയ്യാറാക്കുമ്പോൾ അവർ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറില്ല. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പാണ്. ഞാൻ ഏകദേശം 1 സ്പൂൺ ഉപ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. തേങ്ങാച്ചോറിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്നും ഒരല്പം കൂടി കൂടുതൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പില കൂടിയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അവസാനമായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറുതീയിൽ തന്നെ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലൊരു ചെറിയ തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ തിള വന്ന ശേഷം നമ്മൾ കുക്കർ അടച്ചെടുത്ത് വേവിക്കുമ്പോഴത്തേക്കും കുക്കറിൽ വിസിൽ വരാൻ അധികം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ കുക്കറിൽ വിസിൽ വന്ന് തുടങ്ങും. ഈ ഒരു കുക്കറിൽ ടൈമറാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റാണ് റൈസ് വെന്ത് വരാൻ ഇതിലെടുക്കുന്ന സമയം. ഇനി ഇതേ നേരത്ത് പ്രസ്റ്റീജിൻ്റെ ഒക്കെ കുക്കറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൊരു 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ശേഷം അതിൽ പ്രഷർ പോയതിന് ശേഷം തുറക്കാം. ഇപ്പോൾ റൈസൊക്കെ നല്ല കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. മാത്രമല്ല നല്ല മണമാണ് കേട്ടോ ഈ ഒരു തേങ്ങാച്ചോറിന്. അതുപോലെ തന്നെ നല്ല കിട്ടിലൻ രുചിയാണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു തേങ്ങാച്ചോറാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ തേങ്ങാച്ചോറിനെ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരല്പം പോത്തിറച്ചിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു രക്ഷയില്ലാത്തൊരു കോംബോയാണ് കേട്ടോ. ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പിയും കൂടി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.